വിശ്വാസം അതല്ല എല്ലാം. സ്വാഗതം. ചാപ്പലിലെ വിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തിൽ നിന്നും ധാരധാരയായി ഒഴുകിയിറങ്ങിയ സുഗന്ധപൂരിതമായ കണ്ണുനീർ. സുഗന്ധതൈലം ശേഖരിച്ചത് 72 കുപ്പികളിൽ. ദൈവമാതാവിന്റെ ദിവ്യ സാന്നിധ്യം അറിയിക്കുന്ന സംഭവമാണ് അതെന്ന് മതമേലധ്യക്ഷന്മാർ. ചാപ്പലിലെ മാതാവിന്റെ ചെറിയ ചിത്രത്തിൽ നിന്നും ഇപ്പോഴും സുഗന്ധതൈലം ഊറി വരുന്നുണ്ടെന്ന് വിശ്വാസികൾ. കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ ചാപ്പലിൽ സംഭവിച്ചത് ദിവ്യാത്ഭുതമോ? ഞാൻ ഒക്ടോബർ 21-ാം തീയതി പള്ളി വന്നപ്പോൾ എല്ലാ ബുധനും വെള്ളിയും പള്ളി പ്രാർത്ഥിക്കാൻ വരും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന് ഒരു ദിവസം മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു മാതാവിന്റെ ഫോട്ടോയിൽ നിന്ന് ഇങ്ങനെ സുഗന്ധതൈലം ഇങ്ങനെ ഒഴുകി വരുന്നു. നമ്മുടെ രാജ്യത്തെ നിരവധി സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാർ, മന്ത്രിമാർ, ജഡ്ജിമാർ, പോലീസ് ഓഫീസേഴ്സ്, ശാസ്ത്രജ്ഞന്മാർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എല്ലാ തലങ്ങളിലുള്ളവരും ഇവിടെ വന്ന് ഈ പരിശോധനകളൊക്കെ നടത്തി. പക്ഷേ ഈ ഒഴുകുന്നത് എന്താണെന്ന് ആർക്കും ഇന്നേവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. ഇത് മുഴുവനായിട്ടും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. തന്നെയല്ല, ഇത്തരം പ്രചരണത്തിന്റെ പിന്നാലെ നമ്മൾ അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു വൈകാരിക ഭാവം മാത്രമേ ഇതിൽ വളർത്തുള്ളൂ. ഞങ്ങൾ ഈ 6 മണിക്കൂർ നിന്നിട്ടും ഒരു തുള്ളി കണ്ണീര് പോലും വന്നതായിട്ട് കണ്ടില്ല. അവിടെ നിന്ന് പലരോടും ചോദിച്ചു, നിങ്ങളിത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും നേരിട്ട് കണ്ണുനീര് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരു സ്ത്രീ മാത്രം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ വന്നിരുന്നു എന്ന് പറഞ്ഞു. അവരോട് കൂടുതൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ചൂടാകുകയാണ്. അല്ലാതെ എങ്ങനെ എന്തെന്ന് അവർ വിശദീകരിക്കുകയല്ല. നിങ്ങൾക്ക് എന്താ നഷ്ടം, കണ്ണീര് വന്നാലും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു തട്ടിപ്പാണെന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം. വിശ്വാസങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന പല പൂജാവിധികളും ആചാരങ്ങളും പലപ്പോഴും പരിഷ്കൃത സമൂഹത്തിന് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതും മറ്റു ചിലപ്പോൾ കാഴ്ചക്കാരിൽ അസ്വസ്ഥത ഉണർത്തുന്നതുമായിരിക്കാം. മറ്റു ചില വിശ്വാസങ്ങളാവട്ടെ സാധാരണ ജനതയുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്നതും മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലും അലോസരവും ഉണ്ടാക്കാത്തവയുമാണ്. എന്നാൽ വിശ്വാസങ്ങളുടെ ഈ ചട്ടക്കൂടുകളിൽ ഒന്നും നിൽക്കാത്തതും എന്നാൽ വിവിധ ആരാധനാമൂർത്തികളുടെ സാന്നിധ്യം അറിയിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നതുമായ ചില ഒറ്റപ്പെട്ട വിശ്വാസങ്ങളും നമുക്ക് കാണാം. ആ ഇനത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ ചാപ്പലിൽ, അതായത് ഇന്നത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ സംഭവിച്ചത്. 2009 ഒക്ടോബർ മാസം 21-ാം തീയതി വിശുദ്ധ ദൈവമാതാവിന്റെ ഇവിടെ സ്ഥാപിച്ചിരുന്ന ചിത്രത്തിൽ നിന്ന് സുഗന്ധതൈലം ഒഴുകി തുടങ്ങി. ആദ്യം ഇത് കണ്ട മാത്രയിൽ ഒരു അത്ഭുതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് അത് കഴുകി തുടച്ച് വൃത്തിയാക്കി മാറ്റിവെച്ചുവെങ്കിലും സന്ധ്യയായപ്പോൾ മുതൽ ഈ ഒഴുക്ക് വലിയ രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഇത് കണ്ടുകൊണ്ടിരുന്ന ധാരാളം ആളുകൾ മൊബൈൽ ടു മൊബൈൽ ഇത് വ്യാപിപ്പിക്കുകയും രാത്രിയായപ്പോഴേക്കും അനേകം ആളുകൾ ഇവിടെ തടിച്ചുകൂടി ഈ അത്ഭുതം കണ്ട് സായുജ്യമടഞ്ഞു. ഇത് ഈ അത്ഭുതം നടന്നു കഴിഞ്ഞ് ഞങ്ങൾ ഈ ഷാമ്പു ഇട്ട് ഈ ഫോട്ടോ അങ്ങ് കഴുകി വെച്ച്. അപ്പോൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലല്ലോ. അങ്ങനെ
മനുഷ്യർ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഇത് ഷാമ്പു ഇട്ട് കഴുകി വെച്ച് കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ വൈകിട്ട് വന്ന് സന്ധ്യാനമസ്കാരത്തിന് മുമ്പ് ഈ മണിയടിക്കാൻ പള്ളി തുറന്ന് നോക്കിയപ്പോൾ മാതാവിന്റെ ഈ ഫോട്ടോയിൽ നിന്ന് 2 കണ്ണിൽ നിന്ന് സുഗന്ധതയിൽ ഇങ്ങനെ ഒഴുകി വരിക. 2009 ഒക്ടോബർ മാസം 21 തീയതി ഈ പ്രതിഭാസം നടന്നതെന്ന് ഞങ്ങൾ എല്ലാവരും എത്തി. ഇത് തുടച്ച് എല്ലാ ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടു. പല ആളുകൾ ഓടിക്കൂടി. ഇതിനെ തുടർന്നുള്ള പ്രാർത്ഥനകളും അന്നു മുതൽ ആ 2009 ഒക്ടോബർ 21 മുതൽ ഇന്നേ ദിവസം വരെ ഇവിടെ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാന നടത്തുകയും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും അതിനെ തുടർന്ന് രാത്രിയിലെ പ്രാർത്ഥനയും ഇതെല്ലാം നടത്താറുണ്ട്. 2009 ഒക്ടോബർ 21 തീയതി കണ്ടപ്പോൾ മുതൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അന്ന് മുതലേ ഈ സുഗന്ധത്തിനും ഇതിനെല്ലാം സാക്ഷിയാണ്. ഈ രൂപങ്ങളിലുള്ള പ്രത്യേകമായ രീതിയിലുള്ള അത്ഭുതങ്ങൾ. ഉദാഹരണത്തിന് റോമില് പാദ്രെ പിയോ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായിട്ട് അദ്ദേഹത്തെ 2000 പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് പഞ്ചക്ഷതങ്ങളുണ്ടായിരുന്നു. ശരീരത്തിൽ യേശുവിന് കുരിശിലുണ്ടായിരുന്ന അതേ പഞ്ചക്ഷതങ്ങൾ 2 കൈയിലും കാലിലും അതുപോലെ നെഞ്ചിലുമുണ്ടായ തിരുമുറിവുകൾ അത് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രൂപം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ രൂപത്തിൽ രക്തം വിയർത്തു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായി. അപ്പോൾ ധാരാളം വിശ്വാസികൾ, ഇറ്റലിയിലുള്ള ഒത്തിരി വിശ്വാസികൾ അവിടെ ഓടിക്കൂടി. പക്ഷെ അത് സഭ അത് അംഗീകരിച്ചില്ല. അത് അംഗീകരിക്കാതിരുന്നതിന്റെ കാരണം അത് വ്യത്യസ്തമായ ഒത്തിരി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മതി എന്നായി. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നിന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് സഭ നിഷേധിച്ചില്ല, അംഗീകരിച്ചില്ല. കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ ചാപ്പൽ എന്നു മുതൽക്കാണ് അത്ഭുത പ്രവർത്തികളുടെ പേരിൽ വാർത്തകളിൽ ഇടം നേടിത്തുടങ്ങിയത്? അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയം തന്റെ ദിവ്യ സാന്നിധ്യം അറിയിക്കാനുള്ള വേദിയായി കട്ടച്ചിറ ചാപ്പലിനെ തിരഞ്ഞെടുത്തത് എന്നു മുതൽക്കാണ്? വിശ്വാസികളും സഭാ നേതൃത്വവും അത്ഭുത പ്രവൃത്തിയെന്നും യുക്തിവാദികൾ അടക്കമുള്ള എതിർവിഭാഗം ആസൂത്രിത തട്ടിപ്പെന്നും വ്യാഖ്യാനിക്കുന്ന കട്ടച്ചിറ ചാപ്പലിലെ അസാധാരണ സംഭവങ്ങളുടെ തുടക്കം തികച്ചും ആകസ്മികമായിരുന്നുവെന്നാണ് ചാപ്പൽ വികാരിയുടെ അഭിപ്രായം. 2009 ഒക്ടോബർ 21 വർത്തമാനകാല സമൂഹത്തിന് തികച്ചും അവിശ്വസനീയമായതും യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്നവർക്ക് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതുമായ ആ വാർത്ത പുറംലോകമറിഞ്ഞത്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ ചാപ്പലിൽ സ്ഥാപിച്ചിരുന്ന വിശുദ്ധ കന്യാമറിയത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പ്രവഹിക്കുന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനാവട്ടെ ആകർഷകമായ സുഗന്ധം. ഞങ്ങൾ അവിടെ കട്ടച്ചിറയിലെ അന്ന് തന്നെ വൈകിട്ടൊരു പ്രോഗ്രാം പിറ്റേ ദിവസം പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ കാണിച്ചത് ഒരു ആനയുടെ ഫ്ലെക്സ്, ലാമിനേറ്റ് ചെയ്ത ഒരു ആനയുടെ ഫ്ലെക്സിനകത്ത് ഓരോ തുള്ളിയായിട്ട് ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതാണ്. ഞങ്ങളുടെ നരേന്ദ്ര നായിക് എന്ന് പറയുന്ന പ്രേമാനന്ദിന് ശേഷം ദിവ്യാത്ഭുത അനാവരണത്തെപ്പറ്റി അന്വേഷണം നടത്തുന്ന ഒരു ആളുണ്ട്. അദ്ദേഹം പ്രേമാനന്ദിന്റെ ഒരു ഫ്ലെക്സ് കാണിച്ചിട്ട് അതിനകത്തുനിന്ന് കണ്ണീര് വരുന്നതായിട്ടാണ്. ചാപ്പലിന് സമീപവാസിയായ ഒരു പെൺകുട്ടിയാണത്രേ ഒക്ടോബർ 21 രാവിലെ ആ കാഴ്ച ആദ്യം കണ്ടത്. ചാപ്പലിൽ വെച്ചിരുന്ന വിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തിൽ എന്തോ ഒഴുകിയിറങ്ങിയതുപോലെയുള്ള നനവ്. എന്നാൽ അത് മാതാവിന്റെ കണ്ണിൽ നിന്നായിരിക്കാമെന്ന നേരിയ ചിന്ത പോലും ഇല്ലാതിരുന്ന ആ പെൺകുട്ടി ചിത്രം നന്നായി തുടച്ച് ഉണക്കിവെച്ചെങ്കിലും അത്ഭുതം വീണ്ടും ആവർത്തിച്ചുവത്രേ. സന്ധ്യാപ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ വീണ്ടും എത്തിയപ്പോൾ ചിത്രത്തിലെ മാതാവിന്റെ മിഴികളിൽ നിന്നും കണ്ണുനീർ നിലയ്ക്കാതെ ഒഴുകിയിറങ്ങുന്ന കാഴ്ച ഏവരും നേരിൽ കണ്ടുവെന്നും തുടർന്ന് ആ അത്ഭുത വാർത്ത അതിവേഗം പരക്കുകയായിരുന്നുവെന്നും വിശ്വാസികളും വികാരിമാരും ഉറപ്പിച്ചു പറയുന്നു. ആദ്യം ഇടവകയിലാകമാനം പരന്ന ആ വാർത്ത രാത്രിയോടെ തന്നെ അന്യദേശങ്ങളിലേക്കും പരന്നതോടെ നിലയ്ക്കാത്ത സന്ദർശക പ്രവാഹവും തുടങ്ങി. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ജനങ്ങൾ കട്ടച്ചിറ ചാപ്പലിലെ അത്ഭുതമറിഞ്ഞ് രാപ്പകൽ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ കൊല്ലം ഭദ്രാസനത്തിന്റെ അധിപൻ അഭിമന്യ മാത്യൂസ് മോർ തേവോദോസിയസ് തിരുമേനി ഈ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന ഫോട്ടോ പരിശോധിച്ച് അത് വീണ്ടും വൃത്തിയാക്കി മാറ്റിവെച്ചുവെങ്കിലും വീണ്ടും ഈ അനസ്യൂതമായി ഈ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് ആരംഭിക്കുകയായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളൊരു 6 മണിക്കൂർ നിരീക്ഷിച്ചിട്ട് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നതായിട്ട് കണ്ടില്ല.
അത് അതുമേൽ ഈ പെട്രോളിയം ജെല്ലി പോലത്തെ ഒരു സാധനം, സൈപ്പെന്ന് പറയും. നമ്മുടെ ക്രിസ്ത്യൻസ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെഡ് ബോഡിയിൽ തേക്കുന്ന ഒരു ലേപനമുണ്ട്. ആ സാധനമാണ് ശരീരത്തിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നിൽക്കുന്നത് കണ്ടത്. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നതായിട്ടുള്ളൊരു ഡിസൈനാണ് കാണുന്നത്. വിചിത്രമായ മറ്റൊരു വാർത്ത, ഒക്ടോബർ 21 മുതൽ ചാപ്പലിലെ പ്രധാന ചിത്രത്തിൽ നിന്നും മാത്രമാണ് സുഗന്ധതൈലം ഒഴുകിയിരുന്നതെങ്കിൽ 29-ാം തീയതി മുതൽ ആ ചിത്രത്തിന്റെ ഫോട്ടോ പ്രിന്റുകളിൽ നിന്നും സുഗന്ധതൈലം ഒഴുകിത്തുടങ്ങി എന്നതാണ്. 2011 ഓഗസ്റ്റ് മാസം വരെ ചാപ്പലിലെ പ്രധാന ചിത്രത്തിൽ നിന്നും ഒഴുകിയ ആ വിശുദ്ധ തൈലം 70-ലധികം കുപ്പികളിൽ ശേഖരിക്കപ്പെട്ടുവെന്ന് പള്ളി ചാപ്പൽ വികാരിമാർ അവകാശപ്പെടുന്നു. കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ ചാപ്പലിലെ അത്ഭുത പ്രവൃത്തി ദൈവമാതാവിന്റെ സാന്നിധ്യം അറിയിക്കുന്നതാണെന്ന് എപ്പിസ്കോപ്പൽ സുന്നഹദോസ് നിയോഗിച്ച മെത്രാൻ ഉപസമിതി വിധിയെഴുതി. തുടർന്നായിരുന്നു ആ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ആഗമാന സുറിയാനി സഭയുടെ തലവൻ പാത്രിയാർക്കീസ് ബാവ അത്ഭുത പ്രവൃത്തി നടന്ന ആ ചാപ്പലിനെ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഭയിലെ 25-ലധികം തിരുമേനിമാർ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഈ അത്ഭുതം നേരിൽ കാണുകയും ചെയ്തു. 2010 ജനുവരി മാസം 10-ാം തീയതി ആഗമാന സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഈ ദേവാലയത്തെ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. സഭയിൽ വിശുദ്ധ രൂപങ്ങൾ സംവഹിക്കാറുണ്ട്, അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്തരം രൂപങ്ങൾ സാധാരണ നമ്മൾ വാങ്ങുന്ന രൂപങ്ങളിൽ വിശുദ്ധ രൂപമായിട്ട് മാറുന്നത് ഒരു പുരോഹിതന്റെ ആശീർവാദത്തോടെയാണ്. ഇത്തരം രൂപങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസികൾ അടിയുറച്ച് വിശ്വസിക്കുന്ന കാര്യം. ചില സന്ദർഭങ്ങളിൽ ആ വിശുദ്ധ രൂപങ്ങളിൽ ഇതുപോലെ എണ്ണ, തേൻ, രക്തം, പ്രത്യേകിച്ച് പരിശുദ്ധ മാതാവിന്റെ രൂപത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അതെല്ലാം സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടില്ല. അതേസമയം അനുവദിച്ചിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ട് താനും. അതായത് മുഴുവനായിട്ട് സഭ നിഷേധിച്ചിട്ടില്ല. അതേസമയം വളരെ അതിൽ കാര്യഗൗരവമായിട്ട് ചില കാര്യങ്ങളുണ്ട്, സത്യമുണ്ട് എന്ന് നല്ല നിരീക്ഷണങ്ങൾക്ക് ശേഷം ബോധ്യപ്പെട്ടാൽ സഭ അത് അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാന പള്ളി സഭാതർക്കത്തിൽ കുരുങ്ങി അടച്ചിടുക, പരിശുദ്ധ കന്യാമറിയം സാന്നിധ്യം അറിയിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ട അസാധാരണ പ്രവൃത്തികൾ നടക്കുന്നതാവട്ടെ താൽക്കാലികമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ചാപ്പലിലും. ഈശ്വര സാന്നിധ്യം എവിടെ എപ്പോൾ അനുഭവപ്പെടുമെന്ന് പ്രവചിക്കാനാവില്ല എന്ന മതപണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് കട്ടച്ചിറ ചാപ്പലിൽ സംഭവിക്കുന്നത് എന്നാണ് അത്ഭുത പ്രവൃത്തികളുടെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാവുക. മുഖ്യപള്ളി സഭാതർക്കത്തെ തുടർന്ന് അടച്ചിട്ടതുകൊണ്ട് മാത്രം ആരംഭിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാലയം അപ്രതീക്ഷിതമായി ലോകശ്രദ്ധ നേടിയ കഥയാണ് കട്ടച്ചിറ സെന്റ് മേരീസ് ചാപ്പലിന് പറയാനുള്ളത്. യാക്കോബായ സുറിയാനി സഭയുടെ കൊല്ലം ഭദ്രാസനത്തിലെ ദേവാലയമാണ് കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ് കായംകുളം പുല്ലൂർ റോഡിന്റെ ഓരത്താണ് കട്ടച്ചിറ വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സഭാസംബന്ധമായ ചില വ്യവഹാരങ്ങളെ തുടർന്ന് 25 വർഷം പള്ളി പൂട്ടിയിട്ട സാഹചര്യത്തിൽ ആരാധനയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ചാപ്പലാണ് ഇന്ന് ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി തീർന്നിരിക്കുന്ന ഈ ദേവാലയം. 1955 കൂദാശ ചെയ്ത് സ്ഥാപിക്കപ്പെട്ട കട്ടച്ചിറപ്പള്ളി സഭാതർക്കം മൂലം അടച്ചിടേണ്ടി വന്നതിനെ തുടർന്നായിരുന്നു 1990 ചാപ്പൽ കൂദാശ ചെയ്യപ്പെട്ടത്. എങ്കിലും പ്രധാന പള്ളി തുറന്നു കിട്ടുന്നതിനായുള്ള സഹന സമരം ഇടവക അംഗങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 2000 ഓഗസ്റ്റിൽ പൂട്ടിക്കിടന്ന മാതൃദേവാലയം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തെങ്കിലും ചാപ്പൽ അതേപടി നിലനിർത്തുകയായിരുന്നു. എങ്കിലും 2009 ഒക്ടോബർ 21-ാം തീയതി മുതൽ ചാപ്പലിലെ മാതാവിന്റെ ചിത്രത്തിൽ നിന്നും സുഗന്ധതൈലം ഒഴുകിത്തുടങ്ങിയതോടെയാണ് കട്ടച്ചിറ സെന്റ് മേരീസ് ചാപ്പൽ പ്രശസ്തിയിലേക്കുയർന്നത്. കട്ടച്ചിറ ചാപ്പലിലെ അത്ഭുത പ്രവൃത്തികളുടെ വാർത്തകൾ പുറം ലോകം അറിഞ്ഞതിനൊപ്പം യുക്തിവാദികളും മറ്റ് പുരോഗമന സംഘടനകളും അവിടെ നടക്കുന്നത് ആസൂത്രിത തട്ടിപ്പാണെന്നും അതിനെതിരെ സംഘടിക്കണമെന്നും ആവശ്യപ്പെട്ട്
നടത്തിയ ജനമുന്നേറ്റങ്ങളും ഏറെ വാർത്താപ്രാധാന്യം നേടിയിരുന്നു. അത്തരം എതിർപ്പുകൾക്കൊടുവിൽ യുക്തിവാദികൾ അടക്കമുള്ളവർ സ്വമേധയാ പിന്മാറിയെന്നാണ് ചാപ്പൽ അധികാരികളുടെ വാദം. എന്നാൽ അത്ഭുത പ്രവൃത്തിയെന്ന് അവകാശപ്പെടുന്ന സംഭവങ്ങളിലെ തട്ടിപ്പ് തങ്ങൾ പൊളിക്കുക തന്നെ ചെയ്തുവെന്നും അത് അധിക ദിവസം നീട്ടില്ല എന്ന ചാപ്പൽ അധികാരികളുടെ ഉറപ്പിൽ തങ്ങൾ പോരാട്ടം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് എതിരാളികളുടെ വാദം. കട്ടച്ചിറ സെന്റ് മേരീസ് ചാപ്പലിലെ മാതാവിന്റെ ചിത്രത്തിൽ നിന്നും സുഗന്ധപൂരിതമായ കണ്ണുനീർ ഒഴുകുന്നുവെന്ന വാർത്ത സംസ്ഥാനത്തിനകത്തും പിന്നെ പുറത്തേക്കും വ്യാപിച്ചതോടെ ചാപ്പലിലേക്കുള്ള സന്ദർശകരുടെ പ്രവാഹം വർദ്ധിച്ചുവന്നു. ചാപ്പലിന് ലഭിച്ചുകൊണ്ടിരുന്ന നേർച്ചപ്പണവും സംഭാവന തുകകളും വർദ്ധിച്ചു വരികയും ചെയ്തു. തുടർന്നായിരുന്നു കട്ടച്ചിറ ചാപ്പലിലെ അത്ഭുത പ്രവർത്തികളുടെ യാഥാർത്ഥ്യം അന്വേഷിച്ച് കേരള യുക്തിവാദി സംഘം പ്രവർത്തകർ രംഗത്തെത്തിയത്. ചാപ്പലിലെ മാതാവിന്റെ കണ്ണിൽ നിന്നും പ്രവഹിക്കുന്നത് കണ്ണീരല്ലെന്നും വിശ്വാസികളെ പാട്ടിലാക്കുന്നതിനായി പള്ളി നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ ആസൂത്രിത നീക്കമാണെന്നുമാണ് യുക്തിവാദി സംഘത്തിന്റെ വാദം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടിക്കടിയുണ്ടായി. തങ്ങൾ നടത്തിയ അത്ഭുത അനാവരണം ചാപ്പലിൽ അത്ഭുതം നടക്കുന്നുവെന്ന് വാദിക്കുന്നവരുടെ തട്ടിപ്പ് വെളിപ്പെടുത്തിയെന്ന് യുക്തിവാദികളും, എന്നാൽ അത്തരം നീക്കങ്ങൾക്കൊന്നും വിശുദ്ധ മാതാവിന്റെ അത്ഭുത പ്രവർത്തികളുടെ മഹത്വം തടയാൻ കഴിയില്ലെന്ന് ചാപ്പൽ അധികാരികളും അന്നും ഇന്നും വാദിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കാത്തതും ചിന്തിക്കാത്തതുമായ ഒരു സംഭവം ദൈവം ഈ ദേവാലയത്തിലൂടെ ആരംഭിച്ചപ്പോൾ ഇതൊരു ദൈവിക പദ്ധതിയായി വിശ്വാസികൾ കാണുകയും ഇവിടെ അനുഗ്രഹം പ്രാപിക്കുന്ന നിരാശ്രയർക്കും ആലംബഹീനർക്കും നൊമ്പരപ്പെട്ടു വരുന്നവർക്കും ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ധ്യാനിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായി ദൈവം ഈ ആലയത്തെ എടുത്തുയർത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് ഒഴുകുന്ന ഈ സുഗന്ധ തൈലം പൂശി അനേകം ആളുകൾക്ക് സൗഖ്യം പ്രാപിച്ചതായിട്ട് രേഖാമൂലമുള്ള സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. എന്തായിരുന്നാലും ഇത് വിശ്വാസത്തോടെ സമർപ്പണത്തോടെ ഇത് വലിയ ഒരു സന്ദേശം ഇതിൽ നിന്ന് ലോകത്തിന് ലഭിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ഇടവക ജനങ്ങൾ മുഴുവൻ. ഞങ്ങൾ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യുക്തിവാദികൾ വന്ന് കണ്ടിട്ട് ബോധ്യപ്പെട്ടു പോയി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ബോധ്യപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി. ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, ഞങ്ങൾ അവിടെ ഒരാഴ്ച ഇരിക്കാം. ഈ ഒരാഴ്ച ഇരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടാൽ ഞങ്ങളുടെ യുക്തിവാദി പ്രവർത്തനം മുഴുവനും ഉപേക്ഷിച്ച് ഞങ്ങൾ അവരുടെ കൂടെ കൂടാം. മാത്രമല്ല ഞങ്ങളുടെ വെല്ലുവിളിയുടെ ആ സംഖ്യ നിങ്ങൾക്ക് തരികയും ചെയ്യാമെന്ന് പറഞ്ഞു. അത് അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ ചാപ്പലിൽ നടന്ന അത്ഭുത പ്രവർത്തികളും ചാപ്പൽ പിന്നീട് ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെട്ടതിന് ശേഷം ഇന്നും തുടരുന്നുവെന്ന് അവകാശപ്പെടുന്ന അത്ഭുത പ്രവർത്തികളും ഇന്ന് പഴയതുപോലെ വിമർശന വിധേയമാകാത്തത് എന്തുകൊണ്ടായിരിക്കാം? ആ ചോദ്യത്തിന് അവിടുത്തെ വികാരിമാർ നൽകുന്ന മറുപടി വ്യത്യസ്തമാണ്. ഇവിടുത്തെ അത്ഭുത പ്രവർത്തികളുടെ പേരിൽ തങ്ങൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടില്ലെന്നും ചെയ്തത് മുഴുവനും മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങളാണെന്നുമാണ് അവരുടെ മറുപടി. പക്ഷേ അതുകൊണ്ട് മാത്രം വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ അനുവദിക്കാനാവില്ലെന്ന് എതിർഭാഗവും വാദിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നുവരെ ഒരു പരസ്യം കൊടുക്കുകയോ ഒരു പ്രചരണ മാധ്യമ സംഘടന രൂപീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വരുന്ന വിശ്വാസികൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നത് വഴി ഉള്ള ആ ഒരു മെസ്സേജിലൂടെയാണ് ഓരോ ദിവസവും ഇവിടെ ഭക്തജനങ്ങൾ വരുന്നത്. ഒന്ന്. രണ്ട്, ഇവിടെ ഈ അത്ഭുതം നടക്കുന്നു എന്നതിന്റെ പേരിൽ ഇവിടെ പിരിവുകൾ നടത്തുകയോ അല്ലെങ്കിൽ ഖജനാവിൽ പൊന്നും പണവും സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു പദ്ധതിയല്ല ദൈവം നൽകിയിരിക്കുന്നതെന്ന തിരിച്ചറിവ് ഈ ഇടവകയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ലഭിക്കുന്ന വരുമാനം, ഈ ഭണ്ഡാരത്തിൽ വീഴുന്ന വരുമാനം ഇവിടുത്തെ ദൈനംദിന ചെലവുകൾ കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നന്മ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം ഏതാണ്ട് ഒരു 8 വണ്ടിയോളം അവിടെ വന്നിരുന്നു തീർത്ഥാടകര്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ അത് ഏതാണ്ട് 1 വണ്ടിയായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അങ്ങനെ വണ്ടിയൊന്നും വരാറില്ല, ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ വരാറുണ്ട്. ഈ അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ ജനത്തിനൊരു വലിയ ജിജ്ഞാസയുണ്ടല്ലോ, അങ്ങോട്ട് പരക്കം പാച്ചിൽ, അതവിടെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അവരോട് പ്രത്യേക വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു മതത്തോടോ ഒരു പള്ളിക്കാരോടോ ഞങ്ങൾക്ക് പ്രത്യേക വൈരാഗ്യം ഉണ്ടായിട്ടല്ല. മനുഷ്യനെ അങ്ങനെ അന്ധവിശ്വാസത്തിന് അടിമപ്പെടുത്തരുത്, ആ ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യം കൊണ്ടാണ് ഞങ്ങളത് ചെയ്തത്. വിശ്വാസങ്ങൾ അത് ഏത് മതവിഭാഗത്തിന്റേതായാലും അവ മനുഷ്യ മനസ്സുകളിൽ അരക്കിട്ടുറപ്പിക്കാൻ ഇത്തരം അത്ഭുത പ്രവർത്തികളുടെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം അത്ഭുത പ്രവർത്തികൾക്ക് യഥാർത്ഥ വിശ്വാസികളുടെ മനോനിലയെ അല്ലെങ്കിൽ ചിന്താധാരകളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനാവുമോ?
ഒരിക്കലുമില്ലെന്നാണ് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി മാത്രം നിരീക്ഷിക്കുന്നവരുടെ അഭിപ്രായം. വിശ്വാസികളെ ആരാധനാലയങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിർത്തുന്നതിനുമുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദേവീദേവന്മാരുടെയും മറ്റ് ആരാധനാമൂർത്തികളുടെയും ഒക്കെ ചിത്രങ്ങളിലും പ്രതിമകളിലുമൊക്കെ നടക്കുന്നുവെന്ന് പറയുന്ന അത്ഭുതങ്ങൾ കാണാൻ ഓടിക്കൂടുന്നത് പതിനായിരങ്ങളാണ്. പക്ഷേ അത്തരം സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നിർത്തിവെക്കുവാൻ ബന്ധപ്പെട്ടവർ നിർബന്ധിതരാകുന്നു. മറ്റു ചിലപ്പോഴാവട്ടെ കാലം അവയിൽ മിക്കതും തിരസ്കരിക്കുകയുമാണ് ചെയ്യുക. പക്ഷേ അത്ഭുത പ്രവൃത്തികളായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥ വിശ്വാസികളെ അല്പമെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. നൂറ്റാണ്ട് 21. ജനതയിലേറിയ പങ്കും ഉന്നത വിദ്യാസമ്പന്നർ. ഉയർന്ന ചിന്താഗതികളും വിശാല മനോനിലയും കാത്തുസൂക്ഷിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പരിഷ്കൃത സമൂഹം. എന്നിട്ടും ഫോട്ടോയിലെ മാതാവ് കരയുന്നു, ഗണപതി പ്രതിമ പാല് കുടിക്കുന്നു, ഗുരുദേവ പ്രതിമ വിയർക്കുന്നു തുടങ്ങിയ അസാധാരണ വാർത്തകൾ കേൾക്കുമ്പോൾ ജനം ഓടിക്കൂടുന്നു. അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചിന്തിക്കേണ്ട വിഷയം തന്നെ അത്, തീർച്ച. ലോകത്തിൽ അധാർമികതയും അനീതിയും വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യൻ നല്ലവനായി മനുഷ്യനായി ജീവിക്കണമെന്നുള്ളതാണ്. മനനം ചെയ്യുവാനുള്ള കഴിവുള്ള മനുഷ്യസ്നേഹികളായി ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ദൈവം അത് ആഗ്രഹിക്കുമ്പോൾ, ഈ ആഗ്രഹത്തിന് വിരുദ്ധമായി മനുഷ്യൻ തന്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ, വിഭ്രാന്തി പിടിച്ച് ആകുലത പിടിച്ച് നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ അവന് സ്വസ്ഥത കൊടുക്കുവാനും ശാന്തി ലഭിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നതിലൊക്കെ അപ്പുറമായ ചില സത്യങ്ങൾ ഉണ്ട് എന്ന ചില ബോധ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തുവാനുമായിട്ടാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് സഭ അംഗീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശരിയായ വിശ്വാസം പ്രചരിപ്പിക്കാനോ വളർത്താനോ ഇതൊരിക്കലും ഉപകരിക്കുന്നില്ല. ഇത് അന്ധവിശ്വാസം വളർത്താനേ പലപ്പോഴും സഹായിക്കുള്ളൂ. പക്ഷെ ഇത് സത്യസന്ധമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ വിശ്വാസം ഒരിക്കലും വൈകാരിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അങ്ങനെ വൈകാരിക തലത്തിൽ ഒതുക്കി നിന്നുള്ള വിശ്വാസം വളർത്തുന്നതിന് സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇന്നത്തെ ജനം പരക്കം പാച്ചിലാണ്. എല്ലാം എത്തിപ്പിടിക്കാനുള്ളൊരു പരക്കം പാച്ചിൽ, വ്യാകുലതകളാണ്. എല്ലാം നേടണം എന്നുള്ള ഈ ത്വര, അത് സമാധാനം നഷ്ടപ്പെട്ട ഒരു സമൂഹം. ആ സമൂഹം ഇതേമാതിരിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു? ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, വിശ്വാസം അതല്ല എല്ലാം, ഇന്ത്യ വിഷൻ, ടുട്ടൂസ് ടവർ, പാടിവട്ടം, കൊച്ചി 24. ഇമെയിൽ വിശ്വാസം@indiavisiontv.com. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും.